ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. നമ്മൾ കുറേ നാൾക്ക് ശേഷം ഒരാളെ കാണാനും സർപ്രൈസ് കൊടുക്കാനുമാണ് പോകുന്നത്. നമ്മുടെ അടുത്തൊക്കെ തന്നെയാണെങ്കിലും നമ്മൾ പോകാറില്ല അങ്ങനെ. ഇപ്പം നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം പോകാൻ പോവാണ്. പായോ വഴി പോകണം, മുന്നോട്ട് പോകണം. നമ്മൾ വന്നത് ഒരു പഴം കഴിക്കും. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ നമുക്ക് തന്നതാണ് പഴത്. കഴിക്കും. പഴം നമുക്ക് ഉരിഞ്ഞിങ്ങനെ കഴിക്കാം, 3 പേർക്കും കൂടെ കഴിക്കാം. കയറക്കാം. കയറ് പിന്നെ ഇതൊക്കെ നമ്മുടെ തൊഴിലല്ലേ, കുഞ്ഞു തൊഴിലാ. ഞങ്ങൾ പ്രായമായിട്ടുള്ള 2 ആൾക്കാർ ചെയ്യുന്ന തൊഴിലാണ്. കുട്ടികൾക്കൊക്കെ എന്താ, നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, ജോലി. അപ്പോൾ കുറേ നാൾക്ക് ശേഷം വന്നതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലായിടവും നോക്കി കാണുവാണ്, ഫോട്ടോയും കാര്യങ്ങളും പഴയ ഫോട്ടോയൊക്കെ ഒട്ടിച്ച് ഇതൊക്കെ നോക്കി നമ്മൾ കാണുവാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കുപ്പി അച്ചാറിട്ടൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അച്ചാറല്ല, നമ്മുടെ കണ്ണിമാങ്ങ ഉപ്പിലിട്ടത്. അപ്പോൾ അതൊക്കെ എനിക്കൊരു കുപ്പി തന്നു കേട്ടോ, സ്വന്തമായിട്ട് എടുത്തോളം തന്നതാണ്. അങ്ങനെ ഞാൻ അതൊക്കെ കൊണ്ട് അവിടെ പോയിരുന്ന് തിന്നാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് സുലേഖാമ്മയുടെ പണിയിലേക്കും. എടുത്ത് കഴിച്ചു നോക്കൂ കേട്ടോ, ഒന്നൊന്നേ കഴിച്ചു നോക്കൂ. ഞാൻ തൊള്ളുറപ്പിന് പോയപ്പോൾ എൻ്റെ കൂട്ടുകാരികൾ എനിക്ക് തന്ന കണ്ണിമാങ്ങയാണ്. അത് ഞാൻ എന്താ ഉപ്പിലിട്ട് വെച്ചതാ. കഴിക്കേ, എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന് പറയണം. സൂപ്പർ. വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടി ചമ്മന്തി അരച്ചോ അച്ചാറിട്ടോ കടുകോ മങ്ങയോ എന്ത് വേണേലും ഇടാം കേട്ടോ. അപ്പോൾ സുലേഖമ്മ ചീരക്കറി വെക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഇവിടുത്തെ മെയിൻ ഒരു ഐറ്റമാണ് ചീര എന്ന് പറയുന്നത്. കാരണം ചീര ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം നമുക്ക് ചീരക്കറി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. ഇത് താമസിച്ചു പോയി. തൊള്ളറപ്പുള്ള സമയമാകുമ്പോൾ ജോലിയൊക്കെ പെട്ടെന്ന് തീരും. ഇന്ന് പണിയില്ലാഞ്ഞുകൊണ്ട് ചെറുതായിട്ട് മടി പിടിച്ച് ചെറിയൊരു മടി. ആ മടി തന്നെയല്ല, പരിപാലനം ഉണ്ടായിരുന്നു. കൃഷി പരിപാലിക്കാൻ പോണായിരുന്നു. പരിപാലനം കഴിഞ്ഞിട്ടാണ് വന്നേ. വരുമെന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു. നിങ്ങളെ കുറെ ദിവസങ്ങളായില്ലേ കണ്ടിട്ട്. ഇന്നിപ്പോ കണ്ടപ്പോഴത്തേക്ക് നിങ്ങളെ കണ്ട ആ ഇത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടി കടുക് താഴെപ്പോയി. കടുക് താഴെ പോകുമെന്ന് പറയാം. വന്നു നിൽക്കാനൊരു മോഹം, ദാഹിച്ചു മോഹിച്ചു നീ പ്രേമയെ മൂലയിൽ, ദാഹിച്ചു മോഹിച്ചു നീ പ്രേമയെ. അപ്പം നമ്മുടെ ചീരക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് തന്നെ. അങ്ങനെ ചീരക്കറിയുടെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വേറെ എന്തോ പരിപാടിയും കൂടെ പുള്ളിക്കാരി ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. പിന്നെ വീട്ടിൽ ഇന്ന് കറിക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്ത് കുറച്ച് സാമ്പാർ ചീര എടുത്ത് അരിഞ്ഞ് തോരൻ വെച്ചു. അടുത്ത് നോക്കിയപ്പോൾ കണ്ണിമങ്ങ ഉപ്പിലിട്ടതുണ്ട്. അത് വെച്ചിട്ട് തേങ്ങ വെച്ച് മുളകും വെച്ച് ചമ്മന്തി അരച്ച് ചോറ് കഴിക്കാൻ പോകും. ഞങ്ങൾ ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ സുലേഖാമ്മയുടെ കൃഷിത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പം പുറത്തുനിന്നൊന്നും അധികം സാധനങ്ങളൊന്നും സുലേഖാമ്മ അങ്ങനെ വാങ്ങാറില്ല. മുറ്റത്തുണ്ടാക്കുന്ന കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് കൂടുതലും വീട്ടിലേക്കായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ഇതേ മെയിനായിട്ട് നിൽക്കുന്നതാണ് ഈ ചീരകൾ. ചീര എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് ചീരയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. പിന്നെ ഈ പനിക്കൂർക്ക അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ കാണുന്നത് സാമ്പാർ ചീരയാണ്. ആദ്യം നമ്മൾ കണ്ടത് ബോംബെ ചീരയാണ്. പിന്നെ നമ്മുടെ സാദാ കുപ്പച്ചീര, അങ്ങനെ ഇതും ഒരു ടൈപ്പ് ചീരയാണ് കേട്ടോ. ഇങ്ങനെ ഇഷ്ടം പോലെ ചീരകളാണ് സുലേഖാമ്മ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെയൊക്കെ പരിപാലിക്കുന്നതാണ് സുലേഖാമ്മ. എല്ലാ ദിവസവും ഇങ്ങനെ ഒന്ന് വെള്ളം നനച്ച് കൊടുത്തുകൊണ്ടേയിരിക്കും. എന്നിട്ടാണ് ഇതിനകത്തു നിന്നൊക്കെ ഓരോ ചോട് പറിച്ച് ഇങ്ങനെ തോരൻ വെക്കുന്നത്. ചീരക്കറിയാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു അച്ചാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചമ്മന്തിയോ അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഐറ്റം കാണും. പക്ഷേ ഇതിനൊക്കെ ഭയങ്കര ടേസ്റ്റാന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
സാധാരണ നമ്മൾ ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കുന്ന സാധനത്തിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് തന്നെയാണ് ഇവിടെയും. പിന്നെ ദേ ഈ കാണുന്നതൊക്കെ കയറാണ് കേട്ടോ. ഈ കയറൊക്കെ ഇങ്ങനെ ഇവിടെ വരാൻ കാരണം ഞങ്ങളുടെ വല്യച്ഛനാണ്. കാരണം വല്യച്ഛന് കയറിൻ്റെ പണിയാണ്, തടുക്കുണ്ടാക്കുന്ന പണിയാണ് വല്യച്ഛന്. അപ്പോൾ ഈ തടുക്കുണ്ടാക്കുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. കാരണം നമ്മൾ തടുക്കിൽ ചുമ്മാ ചവിട്ടി നടക്കുന്നതല്ലാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയാണെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെയും കാണാം.